ഗുരുവായൂരപ്പന് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്നും ക്ഷേത്രത്തിൽ പോവുകയും വഴിപാട് കഴിക്കുകയും തൊഴുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവരെയാണോ ഏറ്റവും ഇഷ്ടം? അല്ലെന്നാണ് ജ്ഞാനികൾ പറയുന്നത്. അതായത് മറ്റുള്ളവരിൽ ദയയുള്ളവർ, അതായത് സകല ഭൂതങ്ങളിലും ദയയും കാരുണ്യവുമുള്ളവർ, അതായത് അവശന്മാർ, ആർത്തന്മാർ, ആലംബഹീനന്മാർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള അവരെയൊക്കെ സഹായിക്കാൻ കഴിയുന്ന സഹായമൊക്കെ ചെയ്യുവാൻ താല്പര്യമുള്ളവർ. കാരണം അവരിലും ഭഗവാനെ കാണുന്നവർ, അവരെ നമ്മുടെ ഗുരുവായൂരപ്പന് വളരെ ഇഷ്ടമാണ്. ഇനി ഇന്ദ്രിയ നിഗ്രഹം ഉള്ളവർ, കാരണം ആവശ്യമുള്ളത് മാത്രം കാണുക, ആവശ്യമുള്ളത് കേൾക്കുക, ആവശ്യമുള്ളത് സംസാരിക്കുക, അങ്ങനെയുള്ളവർ. ഇനി മൂന്നാമതൊരു കാറ്റഗറി എന്താണെന്നറിയാമോ? എന്താണോ നമുക്ക് എതിർച്ചയാ വന്നു ചേരുന്നത്, എതിർച്ചയാ ഉപലബ്ധമായിട്ടുള്ളത്, അല്ലാതെ അത് ഭഗവാന്റെ പ്രസാദം എന്ന് കരുതി സ്വീകരിക്കുന്നവർ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലോ, അതെ, നമുക്ക് കിട്ടുന്ന എല്ലാം പ്രസാദമായിട്ട്, എന്ത് വിഷമം വന്നു കഴിഞ്ഞാലും, എന്ത് സങ്കടം വന്നു കഴിഞ്ഞാലും, രോഗം വന്നു കഴിഞ്ഞാലും ഭഗവാന്റെ ഇച്ഛ അതാണെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നവർ. അതായത് അപ്പോഴവർക്ക് ആവശ്യമില്ലാത്ത വിഷമോ വ്യസനമോ ഒന്നും ഉണ്ടാവില്ല. നമ്മളുടെ എന്ന് വെച്ചാൽ മനസ്സിനൊരടക്കം വന്നവരാണ് അങ്ങനെയൊക്കെ ഉള്ളവർ. അല്ലാത്തവരല്ലേ ചെറിയൊരു, നമ്മൾ പലപ്പോഴും കാണാറില്ലേ ആൾക്കാർ, അയ്യോ ഞാൻ എത്ര വഴിപാട് കഴിച്ചു, എത്ര എന്തോരം നാമം ജപിച്ചു, ഞാൻ എത്ര കീർത്തനം ചൊല്ലി, എത്ര എല്ലാം ചെയ്തു, ഭഗവാന് വേണ്ടിയിട്ട് എന്തെല്ലാം ഞാൻ ചെയ്തു, എന്നിട്ടും എന്നോടിത് കാണിച്ചല്ലോ, അതുകൊണ്ട് ഇനി ഞാൻ അമ്പലത്തിൽ പോകണില്ല, അല്ലെങ്കിൽ ഭഗവാനെ ഭജിക്കണില്ല, ഇങ്ങനെയൊക്കെ പറയുന്നവർ. അങ്ങനെയല്ല, ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്, അദ്ദേഹത്തിൻ്റെ പ്രസാദമാണ് എന്ന് വിചാരിച്ച് ഇങ്ങനെ സ്വീകരിക്കുക, വലിയ പ്രശ്നമൊന്നുമില്ലാതെ സ്വീകരിക്കുന്നവർ. ഇങ്ങനെയൊക്കെയുള്ളൊരു മനസ്ഥിതി ഉണ്ടായാലുണ്ടല്ലോ, എന്താ നമുക്ക് ഇങ്ങനെ മനസ്ഥിതിയുള്ളവർക്ക് അവർക്കും സമാധാനമുണ്ട്. അത് തന്നെയാണ് ഭഗവാനും ആഗ്രഹിക്കുന്നത്. നമ്മൾ അങ്ങനെയുള്ള ഒരു മനസ്ഥിതിയുടെ ഉടമകളായിട്ട് എപ്പോഴും ഒരു പ്രസാദ ബുദ്ധിയോട് കൂടിയിട്ട്, കാരണം സന്തോഷമുള്ള ഒരു ജീവിതം. നമുക്ക് ബുദ്ധിമുട്ടൊക്കെ എപ്പോഴും വരും, അതെല്ലാവർക്കും വരുമല്ലോ, കാരണം ഭഗവാന്റെ ഇച്ഛയല്ലേ അങ്ങനെ വരട്ടെ എന്നുള്ള ഇതിൽ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ബുദ്ധിമുട്ട് അന്നേരം ഉണ്ടാകുമെങ്കിലും നമുക്ക് പിന്നെ അതിനെ വളരെ നന്നായിട്ട് തരണം ചെയ്യാനായിട്ട് സാധിക്കും.